അനുചിതവുമായ പ്രേമസങ്കല്പങ്ങൾ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ദമയന്തിയെ പോലെയുള്ള ഒരു കഥാപാത്രത്തിൽ അങ്കുരിച്ച ഒരു പ്രണയത്തിൻ്റെ ആ മാധുര്യവും ഗാംഭീര്യവും വ്യക്തതയും മനോഹരമായ ഇതിഹാസകാരൻ ആവിഷ്കരിക്കുന്നുണ്ട്. നളനെ കണ്ടിട്ടല്ല നളനോട് പ്രേമമുണ്ടായത്, കേട്ടു മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നളമഹാരാജാവ് എന്നൊരു രാജാവ് ഉണ്ട് എന്ന് കേട്ടിട്ട് ഉണ്ടായ പ്രണയമാണ്. അല്ലാതെ മൊബൈലിൽ കണ്ട് പല പ്രാവശ്യം സംസാരിച്ച് പിണങ്ങി പിരിഞ്ഞ് വേർപെട്ടു പോകുന്ന ഒരു പ്രണയമായിരുന്നില്ല. കാരണം ദമയന്തി പരിചയപ്പെട്ടത് നളൻ്റെ ഗുണത്തെയാണ്, ആകൃതിയല്ല. നളഗുണങ്ങൾ കേട്ടാണ് ദമയന്തിയുടെ മനസ്സ് അതിലേക്ക് ആരക്തമായിത്തുന്നത്. നളനെ ആദ്യം കാണുന്ന 5 നളന്മാരായിട്ട് ഒരു സ്വയംവര മണ്ഡപത്തിൽ വെച്ചാണ്. ഏതാണ് നളെന്ന് തിരിച്ചറിയില്ല, കേട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ നളഗുണങ്ങളെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആവഹിച്ച് ഭക്തിപൂർവ്വം അതിനെ ആദരിച്ചുകൊണ്ട് കിട്ടിയ ശക്തി കൊണ്ട് യഥാർത്ഥ നളനെ തിരിച്ചറിഞ്ഞു. അവിടെ നളനുമായി ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നു. ഇനിയും എപ്പോഴും ഈ പ്രണയത്തിന് വിരഹം എന്നൊരവസ്ഥ ഉണ്ടാകാം. അത് ഈ പ്രണയത്തെ ഒന്നുകൂടി ദൃഢീഭവിപ്പിക്കാൻ ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ച ആ പ്രണയത്തിൻ്റെ ദൃഢമായ ഭാവങ്ങൾ ദമയന്തിക്ക് അനുഗ്രഹമായി തീരും. ഇതാണ് മനുഷ്യജീവിതത്തെ പ്രണയത്തിൻ്റെ ഘട്ടങ്ങളെന്ന് ദമയന്തിയിൽ കൂടി ഓരോ സമയത്തും അത് ഉള്ളിലുറച്ചാൽ ധീരതയുണ്ടാകും, നയചാതുര്യമുണ്ടാകും, ഒരു ഭയവും ഉണ്ടാകില്ല, നിർഭീകമായി നേരിടാനുള്ള കരുത്തുണ്ടാകും. എന്തൊക്കെ ശക്തിയാണ് പ്രണയം ഉണ്ടാക്കാൻ പറ്റുക. ഇന്നത്തെ കാമിനി കാമുകന്മാർ ഈ നളകഥ ശരിക്കും പഠിച്ച് യഥാർത്ഥ പ്രണയം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആവിഷ്കരിച്ചാൽ ഇന്നുണ്ടാകുന്ന ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും.